ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് ആണ് ട്രൂത്ത് ഓർ ലൈ ചാലഞ്ച്. അപ്പൊ ഈ ചാലഞ്ചിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ എല്ലാം കുറെ യൂട്യൂബേഴ്സ് എല്ലാം ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവളാണ് എനിക്ക് ഈ ചലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ വ്ളോഗും കാര്യങ്ങളും മാത്രമാണല്ലോ ചെയ്യുന്നത്. ചലഞ്ചസ് എല്ലാം ഷോർട്സിൽ മാത്രമേ നമ്മൾ പൊതുവെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത്തവണ കുറച്ചും കൂടി ഒരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി മുതൽ കുറച്ച് ചാലഞ്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ചിലേക്ക് എന്നാ പോയാലോ? അപ്പൊ ഇതിന്റെ റൂൾസ് എങ്ങനെയാ ട്രൂത്ത് ഓർ ലൈ? ഇതിന്റെ റൂൾസ് എന്ന് പറയുമ്പോ നമ്മൾ കയ്യിലൊരു സാധനം ഉണ്ടാവും, എന്തെങ്കിലും ഒരു സാധനം. ആ സാധനം നിങ്ങൾക്ക് ഒന്നുകിൽ അത് ഉള്ള സാധനമായിട്ട് പറയാം. ട്രൂത്ത് ആണെങ്കിൽ ട്രൂത്ത് എന്ന് പറയാം, ലൈ ആണെങ്കിൽ ലൈ എന്ന് പറയാം. ഓൾറെഡി കണ്ടിട്ടുള്ള ചലഞ്ച് ആയിരിക്കും, അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ വേറെ ആൾക്കാർ റെഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് തിരിഞ്ഞിട്ടുണ്ടാവും. ഗൈസ്, അപ്പൊ നേരെ ചാലഞ്ചിലേക്ക് പോവാം. എന്റെ കയ്യിലുള്ളത് ഒരു വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ്. അതൊന്ന് മേശയിൽ തട്ടിയാട്ടെ. ഓക്കെ, അതിന്റെ മൂടൊന്ന് തുറന്നാട്ടെ. ഒന്നുകൂടി ഒന്നത് മേശന്റെ പുറത്തോട്ട് ഉരുട്ടിയാട്ടെ. ഓക്കെ, ഇനി ആ ബോട്ടിലൊന്ന് കുലിക്കാട്ടെ. എന്ത് സൗണ്ട് ഒന്നും ഇല്ല, നല്ലോണം കുലിക്കേ. നല്ലോണം കുലിക്കുന്നത് ഇത്ര കുലിക്കാൻ പറ്റും? വെളിച്ചെണ്ണയല്ലേ മോനെ. ലൈ. ഉറപ്പാ? ഉറപ്പ്. അയ്യോ, ലയ്യ. ഇത് കുലിക്ക് എത്ര സൗണ്ട് കേൾക്കും? വെളിച്ചെണ്ണ ഞാൻ വെള്ളം വിചാരിച്ച്. അയ്യേ, ഒരു പോയിന്റ് എനിക്ക്, ഫസ്റ്റ് പോയിന്റ് എനിക്ക്. ഓക്കെ, എന്റെ കയ്യിലുള്ളത് ഒരു പെർഫ്യൂം ആണ്. ഓക്കെ, 4 ഓപ്ഷൻസേ ഉള്ളൂ. പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്തട്ടെ. സ്പ്രേ സ്പ്രേ ചെയ്യുമ്പോ സൗണ്ട് കേൾക്കണ്ടേ? അതൊന്ന് താഴത്തേക്ക് ഇട്ട്. പെർഫ്യൂമാ? അതൊന്ന് ഉരുട്ടിക്ക്. ഒന്നും കൂടെ ഒന്ന് സ്പ്രേ സ്പ്രേ ചെയ്യണേ. സ്പ്രേ ചെയ്യുന്നുണ്ട്, കള്ളത്തരം കാണിക്കരുത്. സ്പ്രേ ചെയ്യാൻ വന്ന് ചെയ്യണം. ചെയ്ത് 3 ഓപ്ഷൻ കഴിഞ്ഞേ, ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളു നിനക്ക്. അന്ന് കുലിക്ക്. ലൈ. അത് പെർഫ്യൂം അല്ല. ഉറപ്പാ? ഉറപ്പാ. പെർഫ്യൂം അല്ല, ഇവളെ ലിപ്സ്റ്റിക്. പെർഫ്യൂമിന്റെ അടിക്കുന്ന ശീശി സൗണ്ട്. പെർഫ്യൂമിന്റെ അടിക്കുമ്പോ അങ്ങനെ കിട്ടണമെന്നില്ല. പെർഫ്യൂമിന്റെ അത് വാട്ടർ പെർഫ്യൂം ആവുമ്പോ അത്ര വലിയ സൗണ്ട് ഉണ്ടാവില്ല, മണം ഉണ്ടാവുമല്ലോ. ഓ, നീ അങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നല്ലേ? ഈ പൊട്ടനേണ്ട സമ്മതിച്ചെന്ന്, അല്ലെങ്കിൽ പറയണ പെർഫ്യൂം അടിക്കാൻ പറ്റും. അപ്പൊ 1-0. 1-0? നിനക്ക് 1, എനിക്ക് 0. എന്റെ കയ്യിലുള്ള സാധനം ഇതാണ്, അരിപ്പൊടിന്റെ പാക്കറ്റ്. എന്റെ കയ്യിലുള്ളത്. ഓക്കെ, ഒന്ന് പൊട്ടിക്കോ. അന്ന് നിലത്തിങ്ങനെ ഇട്ടേ, ഡ്രോപ്പ് ചെയ്ത്. ഓഹോ, കുറച്ച് കയ്യിലെടുത്ത്. എന്ത്? അരിപ്പൊടിയല്ലേ, കുറച്ച് കയ്യില് തൊട്ട്. അത് നിലത്തിട്ട ഒന്നുകൂടെ. ഏതരിപ്പൊടി? കയ്യില് തട്ടിയതാ? കയ്യില് തട്ടിയതാ? അല്ലല്ല, കവർ. കഴിഞ്ഞ് 4 കഴിഞ്ഞ്. അത് അരിപ്പൊടിയല്ല. ഉറപ്പാ? ഉറപ്പ്. പിന്നെ എന്ത് പൊടിയാ? എന്ത് പൊടിയാ? അത് അരിപ്പൊടിയല്ല, എന്തായാലും ഗോതമ്പ് പൊടിയും അല്ല. ഇതെന്തോ ഫേക്ക് സാധനമാണ്, ഉറപ്പ്. പൊടി. അപ്പൊ എനിക്ക് വീണ്ടും 2-0. മുട്ട.
അല്ലല്ല, എനിക്കൊന്നേ ആയിട്ടുള്ളൂ. നിനക്ക് 2 മുട്ട, എനിക്കൊന്ന്. ഞാൻ അടുത്ത് പറയുന്നല്ലേ ഉള്ളൂ, എങ്കിലല്ലേ എനിക്ക് അങ്ങനെ കിട്ടുമല്ലേ? ഓക്കെ. എന്റെ കയ്യിലുള്ളത് ഒരു വാസലിന്റെ ചെറിയ ടിന്ന. വാസലിന്റെ ടിന്ന? യെസ്, ചെറിയ ഡബ്ബ. വാസലിൻ ഡബ്ബ ഒന്ന് താഴോട്ടേക്ക് ഇട്ടോട്ടെ. അത് പോരാ, കുറച്ചും കൂടി ഉയർത്തുന്നിടണം. അതിന്റെ മൂടൊന്ന് തുറന്നാട്ടെ. ഒന്നും കൂടി ആ മൂടൊന്ന് തിരിച്ചിട്ടാട്ടെ. ഇട്ടാ? ഇത് ലയ്യ, ഇത് വാസലിനല്ല. ഉറപ്പ്. മാമ് ഗൈസ്, എന്താന്നറിയാ, വാസലിനാണെങ്കിൽ വാസലിൻ പൊതുവെ ഒരിക്കലും ആ ഒരു ഇവരൊരു കുറച്ചൊരു ഇരുമ്പിന്റെ ടൈപ്പ് ഒരു ഇതാണ്, ആ സൗണ്ട് ഉള്ളത്. വാസലിൻ ആ ഒരു ചെറിയ സൗണ്ട് മാത്രമേ ഉണ്ടാവും. ചിലപ്പോ ഇവള് സൂക്ഷിച്ച് ചെയ്താൽ പോലും ആ സൗണ്ടും ഉണ്ടാവില്ല. പൊട്ടത്തി. എത്രയായി? 1-0. അനക്കൊന്നും അടിച്ചില്ലേ? 1-1. സോറി, ഗൈസ്, ഇതാണ് എനിക്കുള്ളത്. ഇതാണ് എന്റേത്. എന്റെ കയ്യിലുള്ളത് ഒരു ലിപ് ലൈനർ. ലിപ് ലൈനർ? യെസ്. ലിപ് ലൈനർ എന്ന് വെച്ചാ ചുണ്ടിന്റെ മേലെ വരയ്ക്കുന്നത്. അതൊന്ന് ടാബിളിന്റെ മേലെ കൂട്ടി ഉരുട്ടിയാട്ട നീ. ഗൈസ്, ട്രൂത്ത്. ഉറപ്പിച്ച്. ലിപ് ലൈനർ. ഐബ്രോ പെൻസിൽ. ഓക്കെ. എന്താ ലിപ് ലൈനർ? ഓക്കെ. നിങ്ങൾ പോയിന്റ് എടുത്തോ, നമുക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പോയിന്റ് എടുത്തോ. എടുക്കുന്നതല്ല, അത് കഴിവുകൊണ്ട് കിട്ടുന്നേ. കഴിവുകൊണ്ട് കിട്ടുന്നേ. ഇനി അടുത്താവണ്ട സാധനം. എന്റെ കയ്യിലുള്ളത് ഒരു ബോളാണ്. പ്ലാസ്റ്റിക് ബോള്. നിന്റെ കയ്യില് ആ ബോളൊന്ന് ഉരുട്ടിയാത്ത. അതിങ്ങനെ ഒന്ന് ബൗൺസ് ചെയ്താട്ടെ. ബൗൺസ് ചെയ്യാൻ പ്ലാസ്റ്റിക് ബോൾ അങ്ങനെ ബൗൺസ് ആവണ്ട, കുഴപ്പമില്ല. ഉള്ള ബൗൺസ് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയേ. കറക്കിയ ഇങ്ങനെ കറക്കാനാ? അത് ബോളല്ല. അത് ബോളല്ല. അല്ലേ? അല്ല. പിന്നെന്താ? അത് പിന്നെന്താന്ന് പറഞ്ഞാ, അത് പക്ഷെ ബോളല്ല. മുട്ട. ഞാൻ പേടിച്ചു. അത് താഴെ ഇടാനെങ്ങാണ് ഞാൻ പറഞ്ഞത്. അതല്ല, അതാണ് ഞാൻ പേടിച്ചു പോയത്. അതായത് പൊതുവെ ബൗൺസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടതാ. ഇവിടെ കുറച്ചുകൂടി ഉയർത്തുന്നിട്ടിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കൊളായിപ്പോ. അപ്പൊ ഗൈസ് 2-1. എനിക്ക് 2, ഇവക്ക് 1. എനിക്ക് 2, നിനക്ക് 1. ഗൈസ്, അപ്പൊ ഇന്നത്തേത് അത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ നമ്മളൊരു ചെറിയ ചലഞ്ചാണ്. നമ്മൾ ഇതിനും വലിയ വലിയ ചലഞ്ചുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊന്നൊരു ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളൊരു ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വെറുതെ ഒന്ന് ചില്ലായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഐഡിയ തോന്നിയോണ്ട് നമ്മളത് ചെയ്ത് നോക്കിയാണ്. എനിക്കൊരു ഐഡിയ തോന്നി. ഇതിലെന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി നല്ലൊരു അഭിപ്രായം പറയാം. കാരണം ചേഞ്ചസ് വരുത്തിണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ട്. എന്റെ സാധനങ്ങളെല്ലാം കൊള്ളും. ഞാനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറച്ച് ഫ്ലോപ്പായി പോയി. അത് അരിമാവ് ഉദ്ദേശിച്ചത് പേഴ്സിനാവുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാക്ക് കണക്കുള്ള സൗണ്ട് കിട്ടും. പക്ഷെ നീ അത് സാക്ക് കണക്കിന് സൗണ്ട് കിട്ടുമ്പോഴാണ് ഞാനൊരു കാര്യം മറന്നുപോയത്. അതിന് ചില്ലറ പൈസ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടില്ല. അത് കേട്ടില്ലേ? പിന്നെ നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചേ? കുറച്ചും കൂടി വെയിറ്റ് താങ്ങും. ഇത് ചെറിയ സാധനമാണ്, അതെന്തായാലും അരിമാവല്ല. എന്നാലും ഞാനക്ക് അതല്ല, ഇവിടെ അരിമാവ് പൊട്ടിക്കാൻ പറഞ്ഞു. അതിനാണ് പൊട്ടിച്ചിട്ട് നീ എന്താക്കാനെ പുട്ടുണ്ടാക്കി തരും രാത്രി. പൊട്ടിക്കുമ്പം അന്നൊരു സൗണ്ട് കേൾക്കും. പൊട്ടിക്കുമ്പോ എന്നാൽ അങ്ങനെ സൗണ്ട് കേൾക്കൂല. ഞാനിപ്പോ ഇങ്ങനെ കൊളുത്തിട്ട് പൊട്ടിച്ചതാണെങ്കിൽ വലിയ സൗണ്ട് കൊളുത്തില്ലല്ലോ ഇപ്പൊ പൊട്ടിക്കാൻ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ചലഞ്ച് വീഡിയോ അത്രേ ഉള്ളൂ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ വലിയ വലിയ ചലഞ്ചസും നല്ല ലെങ്തി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീണ്ടും വരും. അപ്പൊ അതുവരേക്കും ബൈ.